നമസ്കാരം. ഇന്ന് പറയാൻ വരുന്നൊരു വിഷയം യോഗയെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കഴുത്ത് പിടുത്തം, അതുപോലെ തന്നെ ബാക്ക് മസിൽസ് പിടുത്തം, അതുപോലെ തന്നെ പെട്ടെന്ന് ബ്രീത്തിങ് എടുക്കാനൊക്കെ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ നിലത്ത് കാലിങ്ങനെ സമമായി വെച്ചുകൊണ്ട് ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്വസിച്ചിട്ട് പതുക്കെ വിടണം. നമ്മുടെ ശ്വാസത്തെ നമ്മൾക്ക് അതിനെ ശ്വസിച്ച് അതിന് പതുക്കെ വിടണം. വിടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പിടുത്തം പെട്ടെന്ന് തന്നെ വിടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്വരങ്ങളൊക്കെ ഇങ്ങനെ വന്ന ശേഷം ഹൈ ലെവലിലേക്ക് ആ ശ്വാസത്തെ മുകളിലേക്ക് എന്ന് പറഞ്ഞ മുകളിലേക്ക് കൊണ്ടുപോകും ശബ്ദത്തെ. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആ എയർ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണനെ അല്ലെങ്കിൽ എയറിനെ എന്ത് ചെയ്യണം, മുകളിലേക്ക് അതിനെ ഉയർത്തി കൊണ്ടുവരണം. വെള്ളത്തിന്റെ തിര പോലെ നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ മുകളിലേക്ക് എയറിനെ അങ്ങനെ പതുക്കെ എയർ മുകളിലേക്ക് കൊപ്പിളിച്ച് വരണം. ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ടാങ്കിന് മുകളിലേക്ക് വന്ന് വീഴണം. ടാങ്കിൽ വന്ന് വീഴണം വെള്ളം, അല്ലെ? താഴത്തുനിന്ന് മോട്ടർ വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വന്ന് ടാങ്കിൽ വന്ന് വീഴണം വെള്ളം. അപ്പോഴാണ് നമുക്ക് ടാങ്കിലൂടെ എല്ലാവർക്കും സപ്ലൈ വെള്ളം കിട്ടുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ മേലോട്ടേക്ക് ആ ശ്വാസത്തെ മേലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ ബാക്കിലുള്ള വേദനയും പിടുത്തവും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും. ഞാനത് ഒരു 2-3 പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ. ഉണ്ടല്ലേ? ഇത് ഒരു ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഇതെങ്ങനെ ശ്വാസത്തെ നമ്മുടെ ഉള്ളത്തിൽ തന്നെ അതിന് പിടിച്ചു നിർത്തുന്ന രീതിയാണ് ഞാൻ രണ്ടാമത്തെ കാണിക്കാൻ വരുന്നത്. അത്ര നേരം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം നേച്ചറായിട്ടാണ് കേട്ടോ, ഒരു ഡബിങ് ഇല്ല. ഞാൻ നേച്ചറായിട്ടാണ് കാണിക്കാൻ വരുന്നത്. നമുക്ക് നോക്കാം. ഉണ്ടല്ലേ? ബ്രീത്തിങ് നമ്മുടെ ഉള്ളിൽ ശ്വാസത്തെ പിടിച്ചു നിർത്തുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് ചെയ്ത് നോക്കും. നല്ല രീതിയിൽ പരിശീലിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വല്ലാത്തൊരു ക്ഷീണം ബാധിക്കും കേട്ടോ. ഭയങ്കര ക്ഷീണം വരും കേട്ടോ. അങ്ങനെ പരിശീലിക്കാതെ ചെയ്താൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. നമ്മൾ
ഇടയ്ക്കൊക്കെ ഒന്ന് പരിശീലിക്കണം. ഇതിന് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ ശ്വാസത്തെ കുറച്ചും കൂടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇനിയും കുറച്ചു നേരം അല്പം കൂടി നമുക്ക് ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകേണ്ട ഇതിനാണ് ഞാനിത് നേച്ചറായിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. നേച്ചറായിട്ടാണ് അത് കാണുന്ന എൻ്റെ പ്രേക്ഷകർ കാണുന്ന നിങ്ങൾക്ക് നേച്ചറായിട്ടായിരിക്കട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ ഒരിക്കലും നമ്മൾ ഡബിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ വേറെ വല്ലതും മറ്റേ കമ്പ്യൂട്ടർ പരമായിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. നേച്ചറായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നേച്ചറായിട്ട് കാണുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.